കോഴിക്കോട് ഓർക്കാട്ടേരിയിലെ ഷെബിന എന്ന യുവതി ജീവനൊടുക്കിയ കേസിൽ കുറ്റക്കാരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഷെബിനയുടെ മരണത്തിന്റെ ഉത്തരവാദികൾ ആരൊക്കെയാണ്? ഭർത്താവിന്റെ അമ്മാവന് പിന്നാലെ ഭർത്തൃമാതാവ് നബീസയും അറസ്റ്റിലായിരിക്കുന്നു. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഇവരെ കോഴിക്കോട്ടെ ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത്. പക്ഷേ ഇതുകൊണ്ടും തീർന്നില്ല. കേസിലെ മറ്റു പ്രതികളായ ഭർത്താവ് ഹബീബ്, ഭർത്തൃ സഹോദരി, ഭർത്തൃപിതാവ് എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. ഷെബിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഭർത്താവ് ഹബീബിന്റെ അമ്മാവൻ ഹനീഫയെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്നാണ് അമ്മ നബീസയും പിടികൂടിയത്. കോഴിക്കോട്ടെ ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇവരെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. വടകര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഹനീഫയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഗാർഹിക പീഡന നിരോധന നിയമം, സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിലെ മറ്റു പ്രതികളായ ഭർത്താവ് ഹബീബ്, ഭർത്തൃ സഹോദരി, ഭർത്തൃപിതാവ് എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. കേസിൽ ആദ്യം ഹനീഫയെ മാത്രമാണ് പോലീസ് പ്രതി ചേർത്തിരുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് മറ്റുള്ളവരെയും പ്രതി ചേർത്തത്. ഈ മാസം 4-ന് രാത്രിയാണ് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവിന്റെ ബന്ധുക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. കേസിൽ 10 വയസ്സുകാരിയുടെ മൊഴിയടക്കം നിർണായക തെളിവാണ്.